ഞാൻ എറിയാൻ പോവാണ്. മഞ്ജുട്ടി റെഡിയാണല്ലോ അല്ലേ? അതെന്താ എന്റെ അടുത്ത് അറിയാത്തത്? അതിന് നേരത്തെ നിന്റെ അടുത്തല്ലേ എറിഞ്ഞത്. അടുത്ത എന്റെ ടേണാണ്. അല്ല, നിന്റെ അടുത്താ എറിഞ്ഞ. ഇപ്പൊ എന്റെ ടേണ. നോണ പറയണ്ടേട്ടാ ഐഷേ. ഞാൻ നോണ പറഞ്ഞില്ല. ഏട്ടാ ഏട്ടനൊന്ന് പറഞ്ഞേ. അടുത്ത എന്റെ ടേണല്ലേ? അടുത്തത് മഞ്ജുവിന്റെ ടേൺ തന്നെയാണ്. പിടിച്ചോട്ടാ. ഇനി ചേട്ടൻ പിടിക്കേ. അതിനിങ്ങനെ ബേജാറാവണ്ട, എറിഞ്ഞു തരാലോ. അല്ല, അലേന മോൾ എന്താ അങ്ങനെ മാറിയിരിക്കണേ? കളിക്കണില്ലേ? ഇല്ല, കാല് വേദനിക്കണേട്ടാ. എന്തേ, വീണോ? വീണില്ല. പിന്നെ അച്ഛൻ ചവിട്ടിയതാ. അച്ഛൻ ചവിട്ടിയേ? അതും ഈ പ്രായത്തില്? എന്തുണ്ടാ ചവിട്ടിയത്? അമ്മേനെ അടിക്കണ കണ്ടപ്പോഴേ ഞാൻ മാറ്റാൻ ചെന്നതാണ്. അപ്പോ എന്നെ തൊഴിച്ചെറിഞ്ഞു. ഈശ്വര, എന്തുട്ടൊക്കെ കേക്കണത്? അല്ല, വേദനയുണ്ടോ? നോക്കട്ടെ. അന്നേരം നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഓ, അതാണല്ലോ നീ ഇന്ന് മുടന്തി സ്കൂളിൽ പോയത്. ഏട്ടാ എറിഞ്ഞോളൂ. സംസാരിക്കുന്നതിനിടയിൽ നമുക്ക് കളിക്കുകയും ചെയ്യാലോ. അല്ല, അന്നേരം ചോദിച്ചപ്പോ ഇതല്ലല്ലോ പറഞ്ഞത്. വീടിനകത്ത് ഓടിയപ്പോ തട്ടി വീണു എന്നല്ലേ പറഞ്ഞത്? അത് അമ്മ അങ്ങനെ പറയാവൂന്ന് ചട്ടം കെട്ടിയതുകൊണ്ടാണ്. അശ്ശോ, ഇതൊന്നും ആരോട് പറയരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്നും ആരോടും പറയരുത് കേട്ടാ. ഡൊമസ്റ്റിക് വയലൻസ് ആണല്ലോ. നീയിപ്പൊ എന്തുട്ടാ ചെയ്യാ? ചേട്ടാ പറയല്ലേട്ടാ, എന്റെ വേദന കുറഞ്ഞിട്ടുണ്ട്. മോൾക്ക് ഏതെങ്കിലും ഓയിന്റ്മെന്റ് ഇട്ട് തരട്ടെ? എന്തുട്ടാ? വേദനയ്ക്ക് അമ്മ കുഴമ്പ് തേച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് കുറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു കാര്യം ചെയ്യാം, അലേനയ്ക്ക് എറിഞ്ഞു തരാം. മോൾ അവിടെ ഇരുന്ന് കളിച്ചോളൂ. ഇത് വലിയ ബോളല്ലേ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. മോളെ, ഇത് വലുതാണെന്നേ ഉള്ളൂ, വെയിറ്റ് ഇല്ല. എന്നാ എറിഞ്ഞോളൂ. അടുത്ത എനിക്ക് തരണേട്ടാ. എവിടേക്ക് ഓടണേ? നീ സ്പോഞ്ച് കൊണ്ടുവന്നില്ലേ അതിന്റെ പൈസക്ക്? നിന്നെ കൊണ്ട് തോറ്റൂലോ, അത് പതുക്കെ തന്നാ മതി കേട്ടാ. എന്നാ ഒരു നാരങ്ങാളം എടുക്കാം. ചായ കുടിക്കാൻ നേരത്താണ് നാരങ്ങാളം. ഇങ്ങോട്ട് വന്നേ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. എന്തേ? അല്ല, നീ തൊട്ട് നീയുടെ കവളിലെ കാര്യം ചോദിച്ചത്? കല്ല്, ഞാൻ തലേന്നത്തെ വഴക്ക് മറന്നൂട്ടാ. അവള് അതിനെ പറ്റിട്ട് എന്തേലും നിന്നോട് പറഞ്ഞോ? ഇല്ല, പക്ഷെ ആള് പിന്നീട് വലിയ മിണ്ടാട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടാ. പെട്ടെന്ന് സാധനങ്ങൾ എടുത്തിട്ട് പോവാൻ ധൃതി കാണിച്ചു. അല്ലെ, വീട്ടുകാരൊന്നും മൈൻഡ് ചെയ്യണില്ലേ? അല്ല, അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലാന്ന് അവൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അല്ലേ? അതാണ് ആന്റണി അവളെ തല്ലാൻ ധൈര്യം കാണിക്കണേന്ന് തോന്നുന്നു. പക്ഷെ നീ ശ്രദ്ധിച്ചോ, കഴിഞ്ഞ പ്രാവശ്യം വീട്ടുകാരെ കുറിച്ചൊക്കെ അവള് പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷെ ഇപ്രാവശ്യം അവളൊന്നും അനങ്ങണില്ല. എന്തേത്? ഇപ്രാവശ്യം പറയേണ്ടത് ഭർത്താവിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഒരു ചമ്മലുണ്ടാവും. അതല്ലേ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം വീട്ടുകാരെ കുറിച്ച് അവൾ തുറന്ന് പറഞ്ഞതോ? ചിലപ്പോ ഹസ്ബൻഡിനെ കുറിച്ച് പറയാൻ പേടിയുണ്ടാവും. അയാള് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അതും ശരിയാണ്. പോരെങ്കിൽ അയാളൊരു പോലീസുകാരനും. നീയുടെ കാര്യത്തില് എന്തൊക്കെയോ ദുരൂഹത നിനക്ക് തോന്നുന്നുണ്ട് അല്ലേ? ശരിക്കും അങ്ങോട്ട് ചോദിക്കാനും പറ്റണില്ല. വന്നിട്ട് 1-2 മാസമല്ലേ ആയിട്ടുള്ളൂ. ഉള്ളു തുറക്കാൻ കുറെ കൂടി ടൈം പിടിക്കുന്നു തോന്നണു. അപ്പൊ രഘുവിന്റെ ചെലവിന്റെ കാര്യമൊക്കെ നീ പറയാറുള്ളതോ? ഞാനിപ്പോ 1 വർഷമാറായില്ലേ. അവൾ ഇന്നാളല്ലേ വന്നത്. നമ്മുടെ സ്വഭാവം ഒന്നും ശരിക്കും അവൾക്ക് അറിയില്ലല്ലോ. ഒരു കണക്കിന് അത് ശരിയാണ്. നാട്ടിൽ പാട്ടായിട്ട് ഹസ്ബൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് പേടിയുണ്ടാവേ. അതെ, എന്നാലും അതിന്റെ കാര്യം കഷ്ടാണെന്ന് തോന്നണോട്ടാ. അവള് പറഞ്ഞൊരു വാചകം എന്റെ മനസ്സിൽ കിടന്ന് കറങ്ങണുണ്ട്. പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ വിഷമവും, പ്രതീക്ഷിക്കാതെ കിട്ടിയ സന്തോഷവും. ഞാൻ ഈ ദുരൂഹത എന്ന് പറഞ്ഞതും ആ വാചകം തന്നെയാണ്. കല്ലുവേ, എനിക്ക് അവളതെന്താ പറഞ്ഞെന്ന് അറിയണം. അതിപ്പോ അവള് തുറന്നു പറയാണ്ട് നമ്മളെങ്ങനെ അറിയാ? നീ എന്തെങ്കിലും ഒരു വഴി പറയ്. അയ്യടാ, അപ്പൊ നിനക്ക് ഉണ്ടല്ലേ എന്ത്? മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താ നടക്കണേന്ന് അറിയാനുള്ള ആഗ്രഹം. അത് പിന്നെ നമ്മള് മലയാളീസ് എല്ലാം അങ്ങനല്ലേ? നീ ഇതെന്താ ഒറ്റയ്ക്ക് ഓടി വന്നോ? ഞാൻ മാത്രല്ല, ചേച്ചി അച്ഛൻചേട്ടന് വെളിയിലുണ്ട്. അപ്പൊ അലേനെ നീ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതാണ് നിന്നെ അന്വേഷിച്ചിവിടെ എത്തിയത്. ഞാൻ പേര് വിളിക്കാനും കൂടെ വന്നതാണ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ഹായ് പറയാൻ കമന്റ് ഇട്ടവരൊക്കെ വന്നോളൂ. ഹായ് ദിൽഫ, ഹായ് ഷഹാന, ഹായ് റിദ്വ, ഹായ് ഷിംല, ഹായ് ഫർഹ, ഹായ് ഇർഫാന, ഹായ് റിദ ഫാത്തിമ. കുഞ്ഞിക്കാട്ടുന്റെ കഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടല്ലോ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് ചെയ്ത് കാണണേട്ടാ. ഒപ്പം ലൈക്കും ഷെയറും.